ഗുഡ് മോർണിംഗ്. ഇന്നെല്ലാവരും ഓണം ആഘോഷിക്കുന്ന ദിവസമാണ്. അപ്പോൾ നമ്മുടെ സർക്കാർ വക ഒരു ഓണ സമ്മാനം എല്ലാവർക്കും നൽകിയതായിട്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും റവന്യൂ മിനിസ്റ്ററും ഒക്കെ കഴിഞ്ഞ ദിവസം പ്രസ്താവിക്കുകയുണ്ടായി. അപ്പോൾ ആ ഓണസമ്മാനം എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അത് മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് കൂടി ഒന്ന് ഈ ഷെയർ ചെയ്ത് കൊടുക്കണമല്ലോ. കാരണം ഓണസമ്മാനം ലഭിക്കേണ്ടത് ഓണ ദിവസമാണ്. ഓണ ദിവസമെങ്കിലും അതിനെപ്പറ്റി ആ ഓണസമ്മാനം ഒന്ന് തുറന്ന് കാണിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഓണസമ്മാനം മറ്റുള്ളവർക്ക് ലഭിക്കാതെ പോയെങ്കിലോ. അതുകൊണ്ട് തന്നെ ഈ കേൾക്കുന്നവർ ഈ വീഡിയോ കണ്ടതിന് ശേഷമോ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ ഇതൊന്ന് ഷെയർ ചെയ്യണം. ഒരാൾക്ക് പോലും ഈ ഓണസമ്മാനം ലഭിക്കാതെ പോകരുത്. കാരണം കേരളത്തിലെ ഏകദേശം 60% വരുന്ന പട്ടയഭൂമികളെ സംബന്ധിച്ചുള്ള വളരെ ഗൗരവതരമായ ഒരു ചട്ടം പാസാക്കിയതിന് ശേഷം അത് പതിവില്ലാത്ത ഒരു നടപടിയായ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ചട്ടം പാസ്സാകുന്നതിന് വേണ്ടിയിട്ട് വരുന്നത്. ഇത് അല്ലാതെ തന്നെ വിട്ടിരിക്കുകയാണ്. അപ്പൊ എന്നെ ഈ കേൾക്കുന്നവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ, ഇതൊക്കെ മറ്റുള്ളവർ സംസാരിക്കേണ്ട വിഷയമല്ലേ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, കേരളത്തിലെ ഏകദേശം 60% വരുന്ന ഭൂവുടമകൾ അവരെ ഗൗരവതരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയെ പറ്റിയാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയതിൽ വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരുപക്ഷെ പല തമാശ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുന്നത് പോലെയോ ഒന്നും ഇത് വളരെ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ ഒരു രസത്തിന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സംഗതിയൊന്നുമല്ല. എന്തുകൊണ്ട് ഇത് ഓണ ദിവസം രാവിലെ തന്നെ ഇതിനെപ്പറ്റി ലൈവിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ, സർക്കാർ തന്നെ പറയുന്നത് ഇത് ഓണ സമ്മാനമാണ്. ഇത് ഓണ സമ്മാനമാണോ അതോ ഉത്രട്ടാതി രാത്രിക്കുള്ള ഇരുട്ടടിയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം തീരുമാനിക്കുക. അപ്പോൾ ഇത് സംഭവം ഇത്രയുമാണ്. അതായത് കേരളത്തിലൊരു ഭൂപതിവ് നിയമം 1960 കൊണ്ടുവന്നു. അതനുസരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് രേഖയൊന്നുമില്ലാത്ത ഭൂമികൾക്ക് ആ ഭൂമികൾക്ക് രേഖ നൽകുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു നിയമം. ആ നിയമത്തിൽ പതിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായ ചട്ടത്തില് ഇത് കൃഷിക്കും ഗൃഹനിർമ്മാണത്തിനും മാത്രമാണ് എന്നുള്ളൊരു ക്ലോസ് കൊണ്ടുവച്ചു. ഇത് ആര് കൊണ്ടുവച്ചതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുന്നു. അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷങ്ങളായിട്ട് ഇവിടെ സമരങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു പൊതുവെ എങ്ങനെ ഒരു സംസാരമുണ്ട്. പക്ഷെ അത് യഥാർത്ഥത്തിൽ വർഷങ്ങളായിട്ട് സമരമൊന്നും നടന്നിരുന്നില്ല. 2019 വരെ ഒരു പ്രതിസന്ധി ഇല്ലാതെ നടന്നുകൊണ്ട് വന്നിരുന്ന കൺസ്ട്രക്ഷനും ഒക്കെ ഒരു സുപ്രഭാതത്തിൽ പറയുന്നു ഇത് മുഴുവൻ ഇൻ കോൺട്രവെൻഷൻ ഓഫ് ലോ ആണ്. ഇത് ഒന്നും നിയമാനുസരണമല്ല. അതായത് 1960 ഭൂപതിവ് നിയമപ്രകാരം പതിച്ചു കൊടുത്ത ഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള നിർമ്മിതികൾ, അത് വ്യാവസായിക നിർമ്മിതികൾ, കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ, കടമുറികൾ, ആശുപത്രികൾ, ദേവാലയങ്ങൾ, അങ്ങനെ മനുഷ്യന് ജീവിക്കുന്നതിന് ഒരു സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ള നിർമ്മിതികൾ നിർമ്മിച്ചതെല്ലാം തെറ്റായിപ്പോയി. ഏത് പ്രോപ്പർട്ടിയാണ് ഇത്? സർക്കാർ പ്രോപ്പർട്ടി പതിച്ചു കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ സർക്കാർ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയേ ഉണ്ടായിരുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തില് ഈ ഭൂപതിവ് നിയമം വരുന്ന സമയത്ത് മറ്റു പല സംജ്ഞകളിൽ ചേർത്ത് വെച്ചിരുന്ന ഭൂമികളെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എല്ലാ ഭൂമികളും സർക്കാർ ഭൂമി എന്ന് പറയുന്ന ഡെഫിനിഷനിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ പതിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ട് നിയമം കൊണ്ടുവന്നു. ആ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ ചട്ടങ്ങൾ കൊണ്ടുവന്നു. ആ നിയമത്തിൽ പറയാത്ത റെസ്ട്രിക്ഷൻസ് ആ ചട്ടത്തിന് മുകളിലേക്ക് ചട്ടത്തിലൂടെ കൊണ്ടുവന്നതിന് ശേഷം ആ ഭൂമി യഥാർത്ഥത്തിൽ മനുഷ്യന് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള വ്യവസ്ഥകൾ അതിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഏറ്റവും രസകരമായ സംഗതി, ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ചട്ടത്തിൽ ഇപ്പോൾ ഈ ചട്ടത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇത് ഓണസമ്മാനമാണ്, ഇത് കേരളത്തിലെ 66 പതിറ്റാണ്ടോളം നിന്നിട്ടുള്ള ഭൂവിഷയങ്ങൾക്കെല്ലാം പരിഹാരം നൽകുന്ന ഒരു വലിയ സംഗതിയാണെന്നാണ്. പക്ഷെ എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കണം, ഇതിലെ ഞാൻ ഒരു റൂൾസിലേക്ക് നേരിട്ടങ്ങ് വരികയാണ്. ഇതില് ഈ ചട്ടത്തില് ഈ റെഗുലറൈസേഷൻ ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ്, പബ്ലിക് ബിൽഡിംഗ്സ്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ് ആൻഡ് പബ്ലിക് പ്ലേസസ് ഇൻ അസൈൻഡ് ലാൻഡ്സ് എന്ന് പറഞ്ഞ് ചട്ടം 3 പറയുന്ന വ്യവസ്ഥ ഇതാണ്. ഫോം എ പ്രകാരം ഒരു അപേക്ഷ കൊടുക്കണം. ഫോം എ പ്രകാരം എന്തിന്? ഭൂമി റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോം എ പ്രകാരം ഒരു അപേക്ഷ കൊടുക്കണം. ഈ ഫോം എ പ്രകാരം അപേക്ഷ കൊടുക്കേണ്ടത് ഈ ചട്ടം നിലവിൽ വന്ന് 1 വർഷത്തിനുള്ളിലാണ്. ഫോം എയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട്. ശ്രദ്ധിച്ചോണം. ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ നെട്ടോട്ടം ഓടാൻ പോവുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളെ
പിഴിഞ്ഞൂറ്റിക്കൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ചട്ടം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് പ്രതിപക്ഷം പഠിക്കുന്നില്ല, പ്രതിപക്ഷം സംസാരിക്കുന്നില്ല, ഈ നാട്ടിലെ ജനപ്രതിനിധികൾ സംസാരിക്കുന്നില്ല. പാവപ്പെട്ട സാധാരണ മനുഷ്യർക്ക് ഈ ചട്ടം ഒന്നും വായിച്ചു കഴിഞ്ഞാൽ അവരുടെ തലയിലൊട്ട് കയറുകയുമില്ല. ഇതിനെ സംബന്ധിച്ച് ഗൗരവതരമായ പ്രതികരണം നടത്തേണ്ട ഒരു സംവിധാനങ്ങളും ആരും പ്രതികരിക്കുന്നില്ല. പകരം എവിടെയൊക്കെയോ നിന്നിട്ട് പറയുകയാണ് ഇത് കേരളത്തിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, 1960 മുതൽ ഇങ്ങോട്ട് പതിച്ചു കൊടുത്ത ഭൂമികളിലെ പട്ടയ ഫോമാണ് ഒന്നാമതായിട്ട് ആവശ്യപ്പെടുന്നത്. എവറി ആപ്ലിക്കേഷൻ ഷാൽ ബി അക്കമ്പനിഡ് ബൈ ദ ഫോളോവിംഗ് ഡോക്യുമെന്റ്സ്, നെയ്മിലി: 1. കോപ്പി ഓഫ് പട്ട ഓർ ദ ഓർഡർ ഓഫ് അസൈൻമെന്റ് ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ജെനുവിനസ് if any issued by the revenue department to the assignee and subsequent deeds of assignment wherever it is applicable. അപ്പോൾ ഒന്നാമത് വേണ്ട ഡോക്യുമെന്റ് എന്താണെന്ന് അറിയാമോ? പട്ടയം. പലപ്പോഴും ഈ പട്ടയത്തിന്റെ കോപ്പികൾക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ഈ പല റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസുകളിലും പല താലൂക്ക് ഓഫീസുകളിലും പട്ടയത്തിന്റെ കോപ്പി ഇല്ല. ചിലടത്തൊക്കെ പൊടിഞ്ഞു വാരി ചാക്കി കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പട്ടയത്തിന്റെ കോപ്പി ഓഫ് ദ പട്ട, അപ്പൊ പലപ്പോഴും ആ പതിച്ചു കൊടുത്ത പട്ടയത്തിൽ നിന്നും ഇത് വിഭജിച്ച് മറ്റു പലർക്കായിട്ട് ഇത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ മുന്നാധാരമായിട്ട് കണക്കാക്കുന്നത് അവരത് വാങ്ങിയതായിരിക്കും. അപ്പോൾ ഇത് സാധാരണ എന്നെ കേൾക്കുന്ന യുവാക്കളും ഒക്കെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് ചിന്തിച്ചിരിക്കരുത്. ഇത് വളരെ ഗൗരവതരമായ പ്രതിസന്ധിയാണ്. ചവിട്ടി നിൽക്കുന്ന കാലിന്റെ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഭൂമിയെ മരവിപ്പിച്ച് നിർത്തുന്ന, മൂല്യമില്ലാതാക്കുന്ന, ഒരു തരത്തിൽ ജീവിക്കാൻ അനുവദിക്കാത്ത, ജീവനോപാധികൾ പൂർണ്ണമായിട്ട് അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ആണ് ഈ ചട്ടത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയാനാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊന്നും എന്നെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. അതുകൂടി ഞാൻ ചേർത്ത് പറയട്ടെ, വ്യക്തിപരമായിട്ട് എന്നെ ബാധിക്കുന്ന വിഷയം അല്ല എങ്കിൽ പോലും ഇതൊരു പൊതുവിനെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയം. പൊതുസമൂഹം ഇല്ലാതെ ബുദ്ധിമുട്ടിലേക്ക് പോകുമ്പോൾ ഞാനും അതിൻ്റെതായ ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്ന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. 1. ഈ കോപ്പി ഓഫ് പട്ട ഇത് എവിടെ പോയി സംഘടിപ്പിക്കും? ഇത് എത്ര മനുഷ്യന്റെ കയ്യിലുണ്ട്? അപ്പൊ ആദ്യം എന്നെ കേൾക്കുന്ന ഭൂവുടമകൾ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രമാണം എടുത്തു നോക്കണം. 1. ഇത് പട്ടയ ഭൂമിയാണോ എന്ന് ആദ്യം പരിശോധിക്കണം. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഭൂമികളും പട്ടയഭൂമികളാണ്. ഇത് ഏതെങ്കിലും ജില്ലയിൽ ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല. കാരണം ഈ റൂളിന്റെ ആപ്ലിക്കബിലിറ്റിയെ സംബന്ധിച്ച് സെക്ഷൻ 2 പറയുന്നത് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് പറയുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദ ഹോൾ ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സെക്ഷൻ 2 പറയുന്നത്. ആ സെക്ഷൻ 2 നിന്ന് ഇത് ഏതൊക്കെ ചട്ടത്തിന് ആപ്ലിക്കബിൾ ആണ് എന്നും പറയുന്നുണ്ട്. അതായത് 1960 ഭൂപതി നിയമപ്രകാരം വിവിധങ്ങളായിട്ടുള്ള ചട്ടങ്ങൾ പ്രകാരം ഭൂമി പതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചതിൽ 11 ചട്ടങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 1964 ചട്ടം മാത്രമല്ല, 1970 ആരബിൾ ഫോറസ്റ്റ് അസൈൻമെന്റ് റൂൾസ്, അസൈൻമെന്റ് ഓഫ് ലാൻഡ് വിത്തിൻ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ ഏരിയാസ് റൂൾസ് 1995. ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത് മലയോര മേഖലയിലെ വിഷയമാണെന്ന്. അങ്ങനെയല്ല. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഭൂമി പതിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 1995 കൊണ്ടുവന്ന ചട്ടപ്രകാരമുള്ള പതിവ് ഭൂമികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭൂദാൻ അസൈൻമെന്റ് റൂൾസ് 1962 റൂളിൽപ്പെട്ട ഭൂമി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഓപ്പറേറ്റീവ് കോളനൈസേഷൻ സ്കീം 1971 പ്രകാരം നൽകിയിട്ടുള്ള ഭൂമി, ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീമിലെ 1968 ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീം കേൾക്കുമ്പോൾ അല്പം ബോറടിക്കുമായിരിക്കും. പക്ഷെ ഇത് പറയാതെ പോയാൽ നമ്മൾ പലപ്പോഴും ഈ ബോറടിക്കുന്ന വിഷയങ്ങൾ ആണ് കൂടുതലായിട്ട് നമ്മളെ ബാധിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ഒന്ന് മനസ്സുണ്ടാകണം. പിന്നെ കണ്ടുകൃഷി ലാൻഡ് അസൈൻമെന്റ് റൂൾസ് 1958, ദ കേരള അസൈൻമെന്റ് ഓഫ് ഗവൺമെന്റ് ലാൻഡ് ടു ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് റൂൾസ് 2001. 2001 പട്ടികവർഗക്കാർക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ചട്ടപ്രകാരം പതിച്ചു കൊടുത്ത ഭൂമിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ഏറ്റവും പ്രധാനം 1993 ദ കേരള ലാൻഡ് അസൈൻമെന്റ് റെഗുലറൈസേഷൻ ഓഫ് ഒക്യുപ്പൻസ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ്സ് പ്രിയർ ടു 1/1/1977 ഈ ചട്ടപ്രകാരം പതിച്ചു കൊടുത്ത ഭൂമി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ജില്ലയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്റെ ജില്ലയുടെ മലയോര മേഖല ഇപ്പൊ അരുവാപ്പുലം, തണ്ണിത്തോട്, ചിറ്റാറ്, സീതത്തോട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന മുഴുവൻ സ്ഥലങ്ങളും പട്ടയഭൂമിയാണ്. പട്ടയഭൂമികൾ മാത്രമേ ഉള്ളൂ. അത് കേരള ഗവൺമെന്റ് വരുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൈവശം വെച്ച് വരുന്ന ഭൂമിയാണ് ഈ പട്ടയഭൂമികൾ. പിന്നീട് ഇത് സർക്കാർ ഭൂമിയാക്കി ഒരു വിജ്ഞാപനം കൊണ്ടുവന്നിട്ട് മനുഷ്യന്റെ കൈവശമുള്ള ഭൂമികളെ സർക്കാർ ഭൂമിയായിട്ട് വിജ്ഞാപനം ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 150 വർഷങ്ങൾക്ക് മുമ്പ്
150 തന്നെ ഇല്ല, ഒരു 120 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഭൂമികൾക്കൊന്നും ഈ പറയപ്പെടുന്ന പ്രമാണമോ കൈവശരേഖകളോ ഒന്നുമില്ല. അന്ന് ഭൂമി എന്ന് പറയുന്ന ഭൂമിക്ക് യഥാർത്ഥത്തിൽ രേഖയുണ്ടായി തുടങ്ങിയത് ഭൂമിയിൽ നിന്നും കരം പിരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതല്ല ഇന്നത്തെ പോലെ ഈ ബാങ്കുകളോ അല്ലെങ്കിൽ ബാങ്കിൽ വെച്ച് ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഇത് ഒരല്പം ചരിത്രം മനസ്സിലാക്കണം. ഈ വനം എന്ന് പറയുന്ന ഒരു സംജ്ഞ പോലും ഉണ്ടായിട്ട് ഏകദേശം 180 അല്ലെങ്കിൽ 160 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഇല്ല. അതാണ് യാഥാർത്ഥ്യം. കാരണം വേസ്റ്റ് ലാൻഡ് എന്നതിനെ സർക്കാർ പ്രോപ്പർട്ടി ആക്കി ഡിക്ലെയർ ചെയ്തതിന് ശേഷം, അപ്പോൾ അന്ന് ആ ഡിക്ലറേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കൈവശ ഭൂമികളെ, അതായത് പ്രൈവറ്റ് ഹോൾഡിംഗ്സിനെ ഈ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അന്നത്തെ കൈവശ ഭൂമികളെ അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാർ സംവിധാനങ്ങളും വന്നില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് അസർട്ടൈൻ ചെയ്യാതെ, ബൗണ്ടറി ഡിമാർക്കേറ്റ് ചെയ്യാതെ അന്ന് കൈവശം വെച്ചിരുന്ന ആൾക്കാരെ മുഴുവൻ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ട്, ഒരു നാമധേയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന്റെ മുകളിലാണ് ഈ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത് മുഴുവൻ. ഇനി സ്പെഷ്യൽ റൂൾസ് ഫോർ അസൈൻമെന്റ് ഓഫ് കേരള ഗവൺമെന്റ് ലാൻഡ് ഫോർ റബ്ബർ കൾട്ടിവേഷൻ, 1960 റബ്ബർ കൾട്ടിവേഷന് വേണ്ടിയിട്ട് ഭൂമി പതിച്ചു കൊടുത്തിരിക്കുന്നത് പലപ്പോഴും ചെറുകിട കർഷകർക്കാണ്. ഈ റബ്ബർ കൃഷിക്ക് വേണ്ടി പതിച്ചു കൊടുത്തിരിക്കുന്ന ഭൂമികളെ പലപ്പോഴും ഇത് ഡിവൈഡ് ചെയ്ത് വിൽക്കുകയും ഒക്കെ തുണ്ടുവൽക്കരിക്കപ്പെടുകയും ജനങ്ങൾ അവിടെ വീട് വയ്ക്കുകയും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനെയും എന്തായിട്ട് കൊണ്ടുവരും? ആ ചട്ടത്തിന് വയലേഷനായിട്ട് കൊണ്ടുവരും. ആ വയലേഷനായിട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ചട്ടപ്രകാരം അതിനെ റെഗുലറൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. വയനാട് കോളനൈസേഷൻ സ്കീം റൂൾസ് 1969, 1969 വയനാട് കോളനൈസേഷൻ സ്കീമുണ്ട്. അപ്പോൾ ഇത്രയും പ്രത്യേകമായ ചട്ടപ്രകാരം പതിച്ചു കൊടുത്തിരിക്കുന്ന ഈ പട്ടയങ്ങളുടെ പകർപ്പ് എവിടെ ഹാജരാക്കണം? ഈ റെഗുലറൈസേഷന് വേണ്ടിയിട്ട് ഹാജരാക്കണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ പലരും പറയുന്നുണ്ട് 1500 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ളത് ഒഴിവാക്കുന്നു, അതുപോലെ ആശുപത്രികൾ ഒഴിവാക്കുന്നു, ദേവാലയങ്ങൾ ഒഴിവാക്കുന്നു. ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ച് ഒഴിവാക്കലുകളല്ല നടന്നിട്ടുള്ളത്. അവരും അപേക്ഷ ഫയൽ ചെയ്യണം. കാരണം റൂൾ 4 പറയുന്നു ആപ്ലിക്കേഷൻ ഫോർ റെഗുലറൈസേഷൻ ഓഫ് കോൺട്രവെൻഷൻസ് നോട്ട് കവേർഡ് ബൈ റൂൾ 3. അതായത് റൂൾ 3 പ്രകാരം പെനാൽറ്റി അടച്ച് അല്ലെങ്കിൽ ഇതിൽ ഫീസ് അടച്ച് റെഗുലറൈസ് ചെയ്യുന്നത് അല്ലാതെയുള്ള ഭൂമികളും എന്ത് ചെയ്യണം? ഈ ഫോം അനുസരിച്ച് ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ ഇന്നു മുതൽ ആദ്യം പ്രമാണം എടുത്ത് നോക്കുക. മുൻ പ്രമാണത്തിൽ പട്ടയം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. പട്ടയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തപ്പി നടക്കണം? പട്ടയം തപ്പി നടക്കണം. പട്ടയം തപ്പി നടന്നതിന് ശേഷം രണ്ടാമത്തേത് കോപ്പി ഓഫ് ദ ലേറ്റസ്റ്റ് റെസിപ്റ്റ് ഫോർ പേയ്മെന്റ് ഓൺ ഓഫ് ലാൻഡ് ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദ അസൈൻഡ് ലാൻഡ്. ഒരു പക്ഷേ കരമടയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിന്റെ കരമടച്ച രസീത് കിട്ടുമെന്ന് നോക്കാം. പക്ഷെ അടുത്തത് പറയുന്നത് നല്ല രസകരമായ കാര്യമാണ്. കോപ്പി ഓഫ് ദി അപ്രൂവ്ഡ് പ്ലാൻ ഓഫ് ബിൽഡിംഗ് പെർമിറ്റ് ഇഷ്യൂഡ് ഇഫ് എനി ബൈ ദ ലോക്കൽ അതോറിറ്റി കൺസേൺഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇൻ ദ അസൈൻഡ് ലാൻഡ് ആസ് ദ കേസ് മേ ബി. നിങ്ങളുടെ വീടുകളായിക്കോട്ടെ, കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, നിങ്ങൾ വർഷങ്ങൾക്കും പതിറ്റാണ്ടുകൾക്കും മുമ്പ് കൺസ്ട്രക്ട് ചെയ്തതിന്റെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് നിങ്ങൾ ഈ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് ലൈസൻസ് എടുത്ത് കൺസ്ട്രക്ട് ചെയ്ത നിർമ്മിതികളാണോ ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ചെറുപട്ടണങ്ങളിലും വില്ലേജുകളിലും ഒക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്നത്? ഇത് മുഴുവൻ അപേക്ഷ കൊടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണോ? യഥാർത്ഥത്തിൽ അപേക്ഷ കൊടുത്ത് നിർമ്മിക്കേണ്ട സാഹചര്യം തന്നെ വന്നത് എന്നാണ്? അപേക്ഷ കൊടുത്ത് നിർമ്മിക്കേണ്ട സാഹചര്യം വന്ന സമയത്ത് മാത്രമല്ല, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മാത്രമല്ലേ ഈ അപേക്ഷ കൊടുത്ത് ലൈസൻസ് വാങ്ങി അല്ലെങ്കിൽ പ്ലാൻ സബ്മിറ്റ് ചെയ്ത് ഇതിനെ നിർമ്മിതികൾ നടത്തിക്കൊണ്ടിരുന്നത്? എത്ര കാലമായി പ്ലാനൊക്കെ സബ്മിറ്റ് ചെയ്ത് നിർമ്മിതികൾ നടത്താൻ ആരംഭിച്ചിട്ട്? അപ്പോൾ അടുത്തതായിട്ട് ചെക്ക് ലിസ്റ്റിൽ പറയുന്ന ഒരു സംഗതി എന്താണെന്നറിയാമോ? കോപ്പി ഓഫ് അപ്രൂവ്ഡ് പ്ലാൻ ഓർ ബിൽഡിംഗ് പെർമിറ്റ് ഇഷ്യൂഡ്. അപ്പൊ എവിടേക്ക് ചെല്ലണം? ആദ്യം പട്ടയത്തിന്റെ കാര്യം പറഞ്ഞു. കയ്യിൽ പട്ടയത്തിന്റെ കോപ്പി ഇല്ലാത്തവൻ ഓടിക്കണോ? എവിടെ? താലൂക്ക് ഓഫീസിൽ ചെല്ലണം, അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൺസേൺഡ് ഓഫീസിൽ ചെന്നിട്ട് അവിടെ അപേക്ഷ ഫയൽ ചെയ്ത് അവിടുത്തെ ഫയൽ തപ്പി അവിടുത്തെ സ്റ്റാഫിന് കൈക്കൂലി കൊടുത്ത് അങ്ങനെ കഷ്ടപ്പെട്ട് അതെടുത്തുകൊണ്ട് വരുമ്പോഴായിരിക്കും അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ചെല്ലണം. നമ്മുടെ കയ്യിൽ കാണണമെന്നില്ലല്ലോ. ഇപ്പൊ ഒരു വീട് നിർമ്മിച്ച് എത്ര പേരുടെ കയ്യിൽ അതിന്റെ അപ്രൂവ്ഡ് പ്ലാൻ കൈവശം വെച്ചിട്ടുണ്ട്? ആ അപ്രൂവ്ഡ് പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെല്ലും, പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലും. അവിടെ ഇതിന്റെ ഫയൽ ഏതാണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണോ? കൃത്യമായിട്ട് ഫയൽ സൂക്ഷിക്കുന്ന എത്ര സർക്കാർ സംവിധാനങ്ങളുണ്ട്? അപ്പോഴവിടെ എന്താകും? അവിടെ അത് ലഭിക്കാതെ വരും. പിന്നെന്താ വേണം? കോപ്പി ഓഫ് ദി സ്റ്റാറ്റ്യൂട്ടറി പെർമിഷൻ, ലൈസൻസ് ഓഫ് ക്ലിയറൻസസ്. ഈ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി പെർമിഷൻ, ലൈസൻസ് ഓഫ് ക്ലിയറൻസ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. എനിക്കറിയാം ഓണമാണെന്ന്.
ഇഫ് എനി ഇഷ്യൂഡ് ഇൻ റെസ്പെക്ട് ഓഫ്, പക്ഷെ ഓണത്തിന് ലഭിച്ച സമ്മാനം ഓണത്തിന് തന്നെ പറയണമല്ലോ, അതുകൊണ്ട് പറയുന്ന ഓഫ് ദി ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ അസൈൻഡ് ലാൻഡ് ആസ് ദ കേസ് മേ ബി, ദെൻ കോപ്പി ഓഫ് ദ ലേറ്റസ്റ്റ് ബിൽഡിംഗ് ടാക്സ്. ഓക്കെ, അതൊക്കെ ആയിക്കോട്ടെ. ഇനി കോപ്പി ഓഫ് ദ ജഡ്ജ്മെന്റ് ഇഫ് എനി, ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റിൽ പറയുന്ന ഒരു 5-6 കാര്യങ്ങൾ കഴിഞ്ഞിട്ട് other relevant information details if any required by the authorized officer. ഇതെല്ലാം കൊടുത്താലും ഇതിനപ്പുറത്തേക്ക് ഇതിനു വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഓതറൈസ്ഡ് ഓഫീസർ, അതായത് തഹസീൽദാരിൽ കുറയാത്ത ഔദ്യോഗിക പദവിയുള്ള ഒരു ഓതറൈസ്ഡ് ഓഫീസർ ആവശ്യപ്പെടുന്നതൊക്കെ അന്നേരം കൊടുക്കണം. ഇതൊക്കെ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? റൂൾ 5 അനുസരിച്ചാണ് പ്രോസസിംഗ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് അണ്ടർ റൂൾ 4. റൂൾ 4-ൽ പറയുന്ന ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഇതിലേതെങ്കിലും കുറവുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെടാം. റിജക്ട് ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ആ പട്ടയം ക്യാൻസൽ ചെയ്യപ്പെടും എന്നാണ് ഇതിന്റെ റൂൾ 4-ൽ. റൂൾ 9-ൽ പറയുന്നത് ക്യാൻസലേഷൻ ഓഫ് അസൈൻമെന്റ്. അപ്പം ഈ ചട്ടം കേരളത്തിലെ ഭൂപ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരം കാണും എന്ന് പറയുന്നവർ പറയുക, നിയമാനുസരണം കൈവശം വെച്ച ഭൂമികൾക്ക് നൽകിയിട്ടുള്ള പട്ടയത്തിൽ ഈ ഏതെങ്കിലും സാധാരണ മനുഷ്യർ അവരുടെ ജീവനോപാധിക്ക് വേണ്ടി ഒരു നിർമ്മിതി ഉണ്ടാക്കിയാൽ ആ നിർമ്മിതിയെ ഇല്ലീഗലാക്കിക്കൊണ്ട് അതിന് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഈ ഡോക്യുമെന്റ്സ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന പക്ഷം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവർക്ക് നൽകിയിട്ടുള്ള ഭൂമിയുടെ അവകാശ രേഖ ക്യാൻസൽ ചെയ്യുമെന്ന് പറയുന്ന ഈ റൂൾ 9 ഉൾപ്പെടെയുള്ള റൂൾസ് എങ്ങനെയാണ് കേരളത്തിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത്? എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണം. ഇത് ഗൗരവമായിട്ട് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പണ്ട് വനനിയമ ഭേദഗതി കൊണ്ടുവന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിനെതിരെ ഗൗരവതരമായിട്ട് ഒരു ഇടപെടൽ നടത്താനായിട്ട് പൊതുസമൂഹത്തിന് കഴിഞ്ഞു. ആ കരിനിയമം നമുക്ക് പാസ്സാക്കപ്പെടാതെ നമുക്കതിനെ തടയാനായിട്ട് കഴിഞ്ഞു. ഇത് അതിനേക്കാട്ടിലും വളരെ ഗൗരവതരമായ പ്രതിസന്ധിയാണ്. If no application for regularization under these rules with respect to the contraventions of the conditions of assignment in respect of any assigned land is received within the stipulated time as prescribed in these rules or within any further extended time to be granted by the government, as the case may be, and the government or the competent authority is satisfied that there is any contravention of the conditions of assignment or that of the rules, then the assignment shall be liable to be cancelled as per the procedure prescribed in the rules by which the land is assigned. ഒന്നാലോചിച്ചോണം, ഈ ചട്ടത്തിൽ പറയും പ്രകാരം ഉള്ള സമയപരിധിക്കുള്ളിൽ ചട്ടത്തിൽ പറയും പ്രകാരമുള്ള എല്ലാ ചെക്ക് ലിസ്റ്റിൽ പറയും പ്രകാരമുള്ള എല്ലാ ഡോക്യുമെന്റ്സും സഹിതം അപേക്ഷ കൊടുക്കാതെ ഇരുന്നാൽ ആ പട്ടയം അന്ന് പട്ടയം ഇഷ്യൂ ചെയ്തിരിക്കുന്ന ചട്ടത്തിൽ പറയും പ്രകാരം ആ പട്ടയം ക്യാൻസൽ ചെയ്യപ്പെടുമെന്ന് പറയുന്ന ഈ ചട്ടം സത്യം പറഞ്ഞ ഭയങ്കര ഗിഫ്റ്റ് അല്ലേ? പൊന്നോണത്തിന് നല്ലൊരു ഗിഫ്റ്റാണല്ലോ ലഭിച്ചിരിക്കുന്നത്. ഈ ഗിഫ്റ്റ് എല്ലാവരും എൻജോയ് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഈ ചട്ടം ഇതുവരെ ഈ ഗസറ്റ് വഴി ഗിഫ്റ്റ് എല്ലാവരുടെയും കയ്യിലെത്തിയിട്ടില്ല. അപ്പോൾ ഗസറ്റ് വഴി ഇനി ഇതിന്റെ ഈ റെഗുലറൈസേഷന്റെ ഫീസ് അതുകൂടി കേൾക്കുമ്പോൾ ഈ പരസ്യത്തിൽ പറയുന്നത് പോലെ, ഈ ഹാപ്പി ജാമിന്റെ പരസ്യത്തിൽ പറയുന്നത് പോലെ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറും. അപ്പോഴേ ഈ ഭൂമികൾക്ക് നമ്മൾ നൽകേണ്ടതായിട്ടുള്ള ഈ ഫീസ് കൂടെ കേട്ടിട്ട് നമുക്കിതങ്ങ് അവസാനിപ്പിക്കാം. ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ഫോർ പ്രൊമോഷൻ ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഓർ ഫോർ അഗ്രികൾച്ചറൽ ഓർ ഇൻസിഡന്റൽ പർപ്പസ്, മൊത്തത്തിൽ ഈ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നാമതായിട്ട് കൊണ്ട് ചേർത്തിട്ടുണ്ട്. ഈ കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള നിർമ്മിതികൾക്ക് ഫീസ് ഇല്ല. പക്ഷെ ഏറ്റവും രസകരം, ഈ ലാൻഡ് അസൈൻഡ് ഇൻ വിച്ച് യൂസ്ഡ് ഫോർ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ള നിർമ്മിതികളിലും ഭൂമി വിലയുടെ 1%, അതായത് 1 കോടി രൂപ വിലയുള്ള ഭൂമിയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ സർക്കാരിലേക്ക് കെട്ടണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് ഇട്ടാൽ മതി, ഞാൻ അതിന് മറുപടി പറയാം. Where the land assigned has been used as a place of worship, സന്തോഷം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇങ്ങനെ ഇടിവെട്ടുന്ന നെഞ്ചത്തിടിവെട്ടുന്ന വർത്തമാനം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ സ്വാഭാവികമായിട്ടും തോന്നിപ്പോവും. അപ്പോൾ പ്രാർത്ഥനാലയങ്ങൾക്ക് വർഷിപ്പ്, പ്ലേസ് ഓഫ് വർഷിപ്പ്, ആരാധനാലയങ്ങൾക്ക് ഫീസില്ല, സന്തോഷമായി. Where the land assigned has been used registered society for cultural recreation, charitable, അപ്പൊ അങ്ങനെ ഈ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് സൊസൈറ്റി ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള, അപ്പോഴും അന്നേരം ആലോചിച്ചോണം, ഇതിനെയൊക്കെ അങ്ങനെ തന്നെ അങ്ങ് ഒഴിവാക്കുകയല്ല. അതിനെന്ത് വേണം? അതിനെന്ത് ചെയ്യണം?
അതിന് ഈ പറയുന്ന ഫോം സിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഫോം സിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഞാൻ മുമ്പേ പറഞ്ഞ ചെക്ക് ലിസ്റ്റിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും വേണം. ഇനിയും വേർ എനി ബിൽഡിംഗ് ഹാസ് ബീൻ കൺസ്ട്രക്ടഡ് ഇൻ ദ ലാൻഡ് അസൈൻഡ് വിച്ച് ഹാസ് ബീൻ യൂസ്ഡ് ബൈ റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, രാഷ്ട്രീയക്കാരുടെ ഏതെങ്കിലും ബിൽഡിംഗ്, അത് സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ചെറിയൊരു എക്സ്റ്റന്റിലായിരിക്കും. ആ എക്സ്റ്റന്റിന് അവർ ഫിക്സ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. അതിന്റെ 1% എന്ന് പറയുന്നു. വേർ എനി ബിൽഡിംഗ് ഹാസ് ബീൻ കൺസ്ട്രക്ടഡ് ഇൻ ദ ലാൻഡ് അസൈൻഡ് വിച്ച് ഹാസ് ബീൻ യൂസ്ഡ് ബൈ ദ രജിസ്റ്റേർഡ് സോഷ്യൽ ഓർഗനൈസേഷൻ, അത് 1%. പിന്നെ വേർ എനി ബിൽഡിംഗ്, ഇനി വലിയ ശതമാനത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് ഇനി വരാം. വേർ എനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എക്സീഡിംഗ് സ്ക്വയർ ഫീറ്റ് 1500 സ്ക്വയർ ഫീറ്റ് ടു 3000 സ്ക്വയർ ഫീറ്റ്. ന്യായമായിട്ടൊരു ഹോട്ടൽ തുടങ്ങണമെങ്കിൽ ഒരു 1500 സ്ക്വയർ ഫീറ്റ് മേളിലുള്ള ഒരു ബിൽഡിംഗ് വേണം. ഇനിയും അതിൽ ഏറ്റവും രസകരം, ഇത് ആ ബിൽഡിംഗ് തന്നെ വേണമെന്നില്ല. ആ ബിൽഡിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന പ്രോപ്പർട്ടി അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാലും അതിനെ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ലാൻഡ് മാറ്റി എന്ന് കണക്കാക്കാം എന്നുള്ളത് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ 1500 സ്ക്വയർ ഫീറ്റിൽ കൂടുതലാണോ നിങ്ങളുടെ ബിൽഡിംഗ്, മൊത്തം മാർക്കറ്റ് വില 1 കോടി രൂപയാണെങ്കിൽ 5 ലക്ഷം രൂപ നിങ്ങൾ സർക്കാരിലേക്ക് അടയ്ക്കണം. ഇതിന്റെ കോമ്പൗണ്ടിങ് ഫീസായിട്ട്. ഒന്നുമായില്ല, വരുന്നതേ ഉള്ളൂ. വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി ഒന്നുമായിട്ടില്ല. ഇനി 3000 സ്ക്വയർ ഫീറ്റ് മുതൽ 5000 സ്ക്വയർ ഫീറ്റ് വരെയാണെങ്കിൽ 1 കോടി രൂപ വില വരുന്ന ലാൻഡ് ആണെങ്കിൽ 10 ലക്ഷം രൂപ നിങ്ങൾ സർക്കാരിലേക്ക് അടയ്ക്കണം. അതായത് 10%. ഇനിയും വേറെ എനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എക്സീഡിംഗ് 5000 സ്ക്വയർ ഫീറ്റിന് മുകളിലേക്കാണെങ്കിൽ, നമുക്കറിയാം നമ്മൾ ഈ സഞ്ചരിച്ചു പോകുന്ന സ്ഥലത്തൊക്കെ പല കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, ഹോട്ടൽസ്, അതുപോലെ റിസോർട്ടുകൾ, അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള റിക്രിയേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്സ്, വിവിധങ്ങളായിട്ടുള്ള ബിസിനസ്, ഫാക്ടറീസ്, ഇതിനെയൊക്കെ ഒരു മിനിമം ഒന്ന് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒന്നുമല്ല ഒരു നല്ല വർക്ക്ഷോപ്പ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഒരു 5000 സ്ക്വയർ ഫീറ്റ് മുകളിൽ ഒരു 10000 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ളതിന് 20%, അതായത് 1 കോടി രൂപ ലാൻഡ് വാല്യൂ ഉള്ളതാണെങ്കിൽ 20 ലക്ഷം രൂപ ഗവൺമെന്റിലേക്ക് കോമ്പൗണ്ടിംഗ് ഫീസ് ആയിട്ട് അടയ്ക്കണം. ഇനിയും അടുത്തത്, വേർ എനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എക്സീഡിംഗ് 10,000 സ്ക്വയർ ഫീറ്റ്, 10,000 സ്ക്വയർ ഫീറ്റിന് മുകളിലേക്കുള്ള ബിൽഡിംഗ് വെച്ചോ 40%, അതായത് 1 കോടി രൂപ വിലയുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ 40 ലക്ഷം രൂപ ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. അടുത്തത് വരുന്നു, വേർ എനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എക്സീഡിംഗ് 25,000 സ്ക്വയർ ഫീറ്റ് ആൻഡ് ലെസ് ദാൻ 50,000 സ്ക്വയർ ഫീറ്റ്, 50%, അതായത് 1 കോടി രൂപ വിലയുള്ള ലാൻഡ് ആണെങ്കിൽ 50 ലക്ഷം രൂപ സർക്കാരിലേക്ക് അടയ്ക്കണം. ദെൻ അടുത്തതാണ് ഏറ്റവും രസകരം. ഇതിന്റെ ഷെഡ്യൂൾ 2B പറയുന്നു, ലാൻഡ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ് വിത്ത് ഓർ വിത്തൌട്ട് കൺസ്ട്രക്ടിംഗ് ബിൽഡിംഗ് 50%. ഇവിടെയാണ് നമുക്ക് ഒരു തരത്തിൽ അങ്ങോട്ട് വായിച്ചിട്ട് മനസ്സിലാകാത്തത്. അതായത് ബിൽഡിംഗ് പണിതില്ല, പക്ഷെ അത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ബിൽഡിങ്ങും ഇല്ലാത്തൊരു ലാൻഡ് നമ്മൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് അങ്ങ് കൊടുത്തേക്കാണെന്ന് വിചാരിച്ചു. ആ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ലാൻഡിനെ കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് കണക്കാക്കും. അതിനെ സംബന്ധിച്ച് എക്സ്റ്റന്റ് ഒന്നും പറയുന്നില്ല. പക്ഷേ 50% ലാൻഡ് വാല്യൂ, അതായത് ഒരു ബിൽഡിങ്ങും ഇല്ലാത്ത ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു ലാൻഡ്, അത് നമ്മളൊരു പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരുടെ, അവന് ബിൽഡിംഗ് ഒന്നും പണിയാൻ പൈസ ഇല്ല, എന്നാൽ ആരെങ്കിലും അവിടെ ഏതെങ്കിലും കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പട്ടണത്തിൽ അല്ലെങ്കിൽ ഒരു ടൗണിൽ കിടക്കുന്നതായിരിക്കാം, അവിടെ ആൾക്കാർ കൊണ്ടുവന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി കൊടുത്തിരിക്കുന്നു എന്ന് വിചാരിച്ചു. ബിൽഡിംഗ് ഒന്നുമില്ല, ബിൽഡിംഗ് കൊണ്ട് എല്ലാ സ്ക്വയർ ഫീറ്റ് കണക്കാക്കാൻ പറ്റും. അതിന്റെ 50%, അതായത് 1 കോടി രൂപ വില വരുന്നതാണെങ്കിൽ 50 ലക്ഷം രൂപ ഇവിടെ കിടക്കണം. ഓണസമ്മാനമാണ്, ഓണമാണ്, കൈനീട്ടി വാങ്ങിക്കണം, എല്ലാവരും കൈനീട്ടി മേടിക്കണം. 50% സർക്കാരിലേക്ക് അടയ്ക്കണം. അതായത് ഇതിന്റെ ഓതറൈസ്ഡ് ഓഫീസർ അല്ലെങ്കിൽ കോമ്പിറ്റന്റ് അതോറിറ്റി നേരെ വരികയാണ്, സർവേ നടത്തുകയാണ്, എന്നിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നു, അതായത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിറ്റേ ദിവസം നോട്ടീസ് വരും, ഈ ചട്ടപ്രകാരം വയലേഷൻ നടന്നിരിക്കും, നിങ്ങളുടെ പട്ടയം ക്യാൻസൽ ചെയ്യാൻ പോകുന്നു, അതല്ല എങ്കിൽ നിങ്ങൾ 50% ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. സന്തോഷമായല്ലോ. അപ്പോൾ അടുത്തത്, ലാൻഡ് യൂസ്ഡ് ഫോർ ടൂറിസം പർപ്പസസ് വിത്ത് ഓർ വിത്തൌട്ട് കൺസ്ട്രക്ടിംഗ് ബിൽഡിംഗ്. അതായത് എവിടെയെങ്കിലും ഈ പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിലൊക്കെ ടൂറിസം പർപ്പസിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു വെള്ളച്ചാട്ടമോ വല്ലതും ഒക്കെ കാണും, അവിടെ അത് ടൂറിസം പർപ്പസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ അവിടെയും ബിൽഡിംഗ് ഒന്നും വേണമെന്നില്ല, അതിന്റെ 50%. ഇനിയും അതിനൊക്കെ രസകരമായിട്ട്, വേറെ ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എക്സീഡിംഗ് 50,000, 50,000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അതിന്റെ മാർക്കറ്റ് വാല്യൂ 1 കോടി രൂപ വരുമെന്നുണ്ടെങ്കിൽ ആ 1 കോടി രൂപയും സർക്കാരിലേക്ക് അടയ്ക്കണം. ഈ തീവെട്ടിക്കൊള്ളയുടെ ചട്ടം പാസ്സായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഈ നാട്ടിൽ ഗവൺമെന്റ് ഓക്കെ ആയിക്കോട്ടെ,
സർക്കാർ ഭരിക്കുന്ന സർക്കാർ ആയിക്കോട്ടെ, അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അതിനെയൊക്കെ വിശദീകരിച്ചോട്ടെ, അതിനെയൊക്കെ ന്യായീകരിച്ചോട്ടെ. അതിനൊന്നും എനിക്ക് യാതൊരു രാഷ്ട്രീയവുമില്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഈ ആളല്ല. എനിക്ക് പ്രത്യേകിച്ച് ഇത് സ്വതന്ത്രമായിട്ടൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഈ ചട്ടം വായിച്ചപ്പോൾ, ഇത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ പോലും ഓണസമ്മാനമായതുകൊണ്ട് ഓണത്തിന് മുമ്പ് തന്നെ ഇത് അനുഭവിക്കണമല്ലോ എന്ന് കരുതി വളരെ കഷ്ടപ്പെട്ട് ഈ ചട്ടം തപ്പിയെടുത്തതാണ്. ഇതൊന്നും പ്രോപ്പർ ചാനലിൽ കിട്ടിയതൊന്നുമല്ല. ഞാൻ നേരത്തെ തന്നെ പറയുന്നു, ഇത് ഗസറ്റിലൊന്നും പബ്ലിക്കേഷൻ വന്നിട്ടില്ല. പക്ഷേ ഇത് പാസ്സാക്കി സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടുവെന്നാ പറയുന്നത്. സബ്ജക്ട് കമ്മിറ്റിയിലുള്ള MLA-മാരെയൊക്കെ വിളിച്ചപ്പോൾ അവരൊക്കെ ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അവർക്ക് ഈ മനുഷ്യനെ സന്തോഷിപ്പിക്കുക, പുറമേ ഉള്ള സന്തോഷങ്ങളിൽ ഇങ്ങനെ ആറാടിച്ച് നിർത്തുമ്പോൾ അവർക്ക് അതുമായിട്ടൊക്കെ വളരെ എൻഗേജ്ഡ് ആണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിത് വളരെ അപകടകരമായും ഭീകരമായിട്ടും തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനെ സംബന്ധിച്ച് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ സംസാരിക്കുന്നത്. ഇനി ലാൻഡ്സ് ഫോർ വിച്ച് എനി പെർമിറ്റ്സ് ഓർ ലൈസൻസ് ഒബ്റ്റൈൻഡ് ഫോർ സ്റ്റാർട്ടിംഗ് ക്വാറിയിങ് ഓപ്പറേഷൻ, ആകെപ്പാടെ ഒരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം പലർക്കും. ഈ ക്വാറികൾക്കും അതിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലാൻഡ് വാല്യൂ എത്രയാണോ അതിന്റെ പൂർണ്ണമായിട്ടും സർക്കാരിലേക്ക് അടയ്ക്കണമെന്നുകൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ലാൻഡ് വാല്യൂ ഒന്നും ഒരു വിഷയമല്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നൊരു വിഷയം, ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഏറ്റവും വലിയ അഴിമതി നടക്കുന്നത് നിയമനിർമ്മാണത്തിലാണ്. കേരളത്തിലെ ഏകദേശം 1960 മുതൽ ഭൂപതിവ് നിയമപ്രകാരം പതിച്ചു കൊടുത്തിട്ടുള്ള ഭൂമികളെ സംബന്ധിച്ച് ഒരു ക്രോഡീകരിച്ച ലിസ്റ്റ് സർക്കാരിന്റെ കയ്യിൽ ഇല്ല. ഇത് പല പ്രാവശ്യം വിവരാവകാശം കൊടുത്തപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. എന്നാൽ പോലും ഈ കഴിഞ്ഞ സർക്കാർ, ഇപ്പോഴത്തെ ഈ സർക്കാർ അവകാശപ്പെടുന്ന ഏകദേശം 4 ലക്ഷം പട്ടയങ്ങൾ കൊടുത്തു എന്നാണ്. ഇനിയും ഇതിലെ ഈ ചട്ടത്തിൽ ഇനിയും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ചട്ടത്തിനകത്ത് പറയുന്നുണ്ട്. അതായത് ഈ റെഗുലറൈസ് ചെയ്യുന്ന ഈ പർപ്പസ്, ഉദാഹരണത്തിന് ഇപ്പോൾ ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് നിർമ്മിച്ചു, അതിനെ ഈ ചട്ടപ്രകാരം എക്സെപ്റ്റ് ചെയ്തു എന്ന് കൂട്ടിക്കൂ. ഈ ചട്ടത്തിൽ പറയുന്നു ആ പർപ്പസിന് വേണ്ടിയിട്ട്, എക്സെപ്റ്റ് ചെയ്ത പർപ്പസിന് വേണ്ടിയിട്ട് അല്ലാതെ വേറെ ഏതെങ്കിലും പർപ്പസിന് വേണ്ടി ആ ബിൽഡിംഗ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഈ റെഗുലറൈസേഷൻ അതിന് ആപ്ലിക്കബിൾ ആവുകയില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നു. അതായത് ഇപ്പോൾ ഒരു ലാൻഡ് എന്തെങ്കിലും പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അതിനകത്ത് അത് എക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചു. പക്ഷെ ആ എക്സെപ്റ്റ് ചെയ്തത് ആ പ്രശ്നത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി അതുപോലെ ഈ വന്നിരിക്കുന്ന ചട്ടം നിലവിലുള്ള നിർമ്മിതികളെ റെഗുലറൈസ് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. പുതിയ നിർമ്മിതികൾക്കൊന്നും അനുമതി കൊടുക്കുന്നതിന് ഈ ചട്ടം പോരാ, അതിന് പുതിയ ചട്ടം വരുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചട്ടപ്രകാരം റെഗുലറൈസ് ചെയ്യുന്നത് ഈ 2024 ജൂൺ മാസം 7-ാം തീയതിക്ക് മുൻപ് വന്നിട്ടുള്ള 2024 ജൂൺ മാസം 7-ാം തീയതിക്ക് മുൻപുള്ള നിർമ്മിതികളെ സംബന്ധിച്ച് മാത്രമുള്ളതാണ് ഈ വന്നിരിക്കുന്ന ചട്ടം. അതുകൊണ്ട് എന്നെ ഈ കേൾക്കുന്നവര് ദയവായിട്ട് ഇതൊരു ഗൗരവമുള്ള വിഷയമാണെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം. കാരണം ഇത് ബാക്കിയുള്ളവർ അറിയണം, ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യണം. ബഹുമാനപ്പെട്ട ഈ നാട്ടിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന കാലിന്റെ ചുവട്ടിലെ മണ്ണൊഴുകി പോകുമ്പോഴേ അന്ധമായിട്ട് മുദ്രാവാക്യം വിളിക്കരുത്. നിങ്ങളുടെ പാർട്ടി സംവിധാനങ്ങൾക്കുള്ളിലെങ്കിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറാവണം. ദയവായിട്ട് പ്രതിപക്ഷത്തോട് പറയാനുള്ളത്, നിങ്ങൾ പ്രതിപക്ഷ MLA-മാർ ദയവായിട്ട് നിയമനിർമ്മാണം നിങ്ങൾ പഠിക്കണം. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും ഗൗരവതരമായ ഉത്തരവാദിത്തം ലെജിസ്ലേറ്റിംഗ് ആണ്. ഈ ലെജിസ്ലേറ്റിംഗ് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ തലമുറയോട് കാണിക്കുന്ന, നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്ന ജനങ്ങളോട് കാണിക്കുന്ന അനീതിയാണ്. നിങ്ങൾ ദയവായിട്ട് ഇത് പഠിക്കാൻ തയ്യാറാവണം, പ്രതികരിക്കാൻ തയ്യാറാവണം. എനിക്ക് കേരളത്തിലെ പ്രതിപക്ഷത്തോട് പറയാനുള്ളത്, ഈ കേരളത്തിലെ ഏകദേശം 60% വരുന്ന ഭൂവുടമകളുടെ നെഞ്ച തിരുട്ടടി അടിക്കുന്ന ഒരു വിഷയത്തിൽ പോലും നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് നിങ്ങളുടെ റോള്? എന്താണ് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ റോള്? ഇവിടുത്തെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഊണും ഉറക്കവുമില്ലാതെ ഇവിടെ കഷ്ടപ്പെടുന്ന സാധാരണ ജനങ്ങളുടെ, സാധാരണ അണികളുടെ മുകളിലേക്ക് ഇത്രയും ഭീകരമായിട്ടുള്ള തീവെട്ടിക്കൊള്ള നടത്തുമ്പോഴും നിങ്ങൾ മൗനമാണ് അവലംബിക്കുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞോളൂ, വ്യക്തമായിട്ട് മനസ്സിൽ കുറിച്ചിട്ടോണം. നിങ്ങൾക്ക് വരും തലമുറ പോലും മാപ്പ് തരില്ല. ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഇവിടെ കൈവശം വരുന്ന ഭൂമികളെ സർക്കാർ ഭൂമികളാക്കി വിജ്ഞാപനം ചെയ്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക് നിങ്ങൾ ഇതുപോലെ ഭീകരമായിട്ടുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ, അന്ന് പ്രത്യേകിച്ച് വലിയ നിയമാനുസരണമൊന്നും അല്ലാതെ തന്നെ കൊടുത്തിട്ടുള്ള, അതിനു മുൻപ് രാജാക്കന്മാർ സന്തോഷിപ്പിക്കാൻ കൊടുത്തിട്ടുള്ള ജന്മം ഭൂമികൾക്കും കുത്തകപ്പാട്ടം ഭൂമികൾക്കും ഒന്നുമില്ലാത്ത നിയന്ത്രണം
നിങ്ങൾ പട്ടയഭൂമികളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്തധികാരത്തിന്റെ പേരിലാണ്? ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരിൽ പട്ടയഭൂമിയിൽ നിന്ന് താമസിക്കുന്ന മനുഷ്യരുടെ മുൻതലമുറയുമുണ്ട്. അവർ കൂടി ചേർത്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം വന്നത്. അതുകൊണ്ട് ഇവിടെ ഈ പട്ടയഭൂമികളെയും അതുപോലെ ജന്മം, കുത്തകപ്പാട്ടം എന്നൊക്കെ പറയുന്ന മറ്റു ഭൂമികളെയും തമ്മിലൊരു വേർതിരിവ് ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലെ മനുഷ്യരെ രണ്ടായിട്ട് തിരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിശക്തമായ സമരം ജനങ്ങൾ സ്വയം ഏറ്റെടുത്ത് നടത്തും. ഒരു ബാനറുകളുമില്ലാതെ, ഒരു കൊടികളുമില്ലാതെ ഇവിടെ ജനങ്ങൾ തെരുവിലിറങ്ങും. നിങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്നവർ ദയവായിട്ട് ഇത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും ഓണം ആശംസിക്കണം എന്നെനിക്ക്, സന്തോഷകരമായ ഓണം ആശംസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സർക്കാർ വക ഓണസമ്മാനം നല്ലതായിട്ടൊന്ന് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇതിനപ്പുറത്തേക്കൊരു തീവെട്ടിക്കൊള്ള കേരള ചരിത്രത്തിൽ നടന്നിട്ടുണ്ടാവില്ല. തീവെട്ടിക്കൊള്ള. ഈ കൊള്ളക്കെതിരെ പ്രതികരിക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് ഒരു അർത്ഥവുമില്ല. സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തിലുള്ള സ്വതന്ത്ര പൗരനാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ സംസാരിക്കാൻ തയ്യാറാവുന്നത്. ഇത് പിൻവലിക്കണം. യഥാർത്ഥത്തിൽ കേരളത്തിലെ പട്ടയഭൂമികൾക്ക് സർവ്വസ്വാതന്ത്ര്യമായി കേരളത്തിലെ പട്ടയഭൂമികൾ മറ്റേതൊരു പ്രദേശത്തെ ഭൂമികളെയും പോലെ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ഇനി ഏത് മനുഷ്യനാണ് അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകാത്തത്? ഒരു മനുഷ്യർ കുടിയേറ്റ ജനത എന്താ കയ്യേറ്റക്കാർ വല്ലതാണോ? കുടിയേറ്റ ജനത അവർക്ക് ഭൂമിക്ക് പട്ടയം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടേക്ക് ജനങ്ങളെ നിർബന്ധിച്ച് കുടിയേറ്റിയപ്പോൾ, അതായത് ഇവിടെ പട്ടിണി കിടന്ന് മനുഷ്യർ മരിക്കുന്ന സമയത്ത്, കുടിയേറ്റിയ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഭക്ഷണം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കയറ്റി വിട്ടപ്പോഴേ അവിടേക്ക് പോകുന്ന ജനങ്ങൾക്ക് പള്ളി വേണമെന്നും ആശുപത്രി വേണമെന്നും വ്യവസായ സ്ഥാപനങ്ങൾ വേണമെന്നും അവിടം വികസിക്കണമെന്നും ആ പ്രദേശങ്ങൾ വികസിക്കണമെന്നും ഒക്കെയുള്ള ചിന്തകൾ വരുമെന്നും നാട് മൊത്തത്തിൽ വികസിക്കുമ്പോൾ, ലോകം മൊത്തത്തിൽ വികസിക്കുമ്പോൾ ആ പ്രദേശങ്ങൾ മരവിച്ച് നിൽക്കണം എന്ന് ആരെങ്കിലും ചിന്തിക്കുമെന്നും ഒന്നും ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഇത് തീവെട്ടിക്കൊള്ളയാണ്. അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാവണം. എല്ലാവർക്കും സന്തോഷകരമായ ഓണം ആശംസിക്കുന്നു. ഈ വിഷയത്തിൽ ഇതിന്റെ ഗൗരവം ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ ദിവസം തന്നെ ഈ വിഷയത്തിൽ ലൈവിൽ വരുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവമായ പ്രതികരണം പൊതുസമൂഹത്തിന് ഈ വിഷയത്തിൽ ഉണ്ടാവണം. നന്ദി, നമസ്കാരം.